ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈശോയിലൂടെയാണ് സ്വർഗത്തിലോട്ട് പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈശോയിലൂടെ സ്വർഗത്തിലോട്ട് പോകാനായിട്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങും എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ രണ്ട് കൂദാശകളാണ് ഉള്ളത്. അപ്പോൾ കുമ്പസാരം എന്നുള്ള കൂദാശയും വിശുദ്ധ കുർബാന എന്ന ഈ രണ്ട് കൂദാശയിലൂടെയാണ് നമ്മൾ ഒരുങ്ങുന്നത് സ്വർഗത്തിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈശോനെ നമ്മുടെ ഉള്ളിലോട്ട് സ്വീകരിക്കാനുള്ള വഴി. അപ്പോൾ കുമ്പസാരം എന്നുള്ള കൂദാശയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയും. ആരോട്? നമ്മൾ ദൈവത്തിനോടാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നത്. എന്നിട്ട് നമ്മൾ മനസ്തപിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് അതിനുള്ളത് നമുക്കൊരു പ്രായശ്ചിത്തം ലഭിച്ച് ആ കർമ്മത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടും. അതിനുശേഷം നമ്മൾ കുർബാനയിൽ ഈശോനെ നമ്മുടെ ഉള്ളിലോട്ട് സ്വീകരിക്കുമ്പോൾ അപ്പോഴാണ് ആ കർമ്മം മൊത്തത്തിൽ പൂർത്തിയാകുന്നത്. അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവും, ഞങ്ങളും കുമ്പസാരിക്കാറുണ്ട്, അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കും. പക്ഷെ അവർക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അവർ ആ ഒരു ചെയ്യുന്നത് ഒരു വെറുതെ ഒരു കർമ്മം പോലെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് അതുപോലെ ഈ പാപത്തിൽ നിന്നുള്ളൊരു സൗഖ്യം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ തട്ടി നമ്മൾ കുമ്പസാരിക്കും. അപ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറയണം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും നമ്മൾ ഓർത്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആരോടൊക്കെ എന്തെങ്കിലും ബാഡായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മളെ സോറി പറഞ്ഞ് അതുപോലെ തന്നെ ക്ഷമിച്ചിട്ട് ഇനി നമ്മൾ കുർബാന സ്വീകരിച്ച് ഈശോനെ നമ്മുടെ ഉള്ളിലോട്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ടാണ് വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കാൻ പോകണം. അപ്പോൾ ഇനിയുള്ള കാലമെങ്കിലും നമ്മൾ ഇത്ര നാൾ ചെയ്ത പാപത്തിന് നമ്മൾ വെടിഞ്ഞിട്ട് വേണം നമ്മൾ ജീവിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ചില മനുഷ്യർ വിചാരിക്കും, ഞാനിപ്പോൾ കുമ്പസാരിക്കാറുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇതേ പാപത്തിലോട്ട് പോകും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി കുമ്പസാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാരുടെ മനസ്കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പുള്ള പോലെയാണ് ഇനിയും നമ്മൾ ജീവിച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്മസിന് കുമ്പസാരിക്കുക, ഈസ്റ്ററിന് കുമ്പസാരിക്കുക, അപ്പോൾ അത്രത്തോളം ഗ്യാപ്പിട്ട് കുമ്പസാരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇത് മനസ്കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആയാലും സമയമുണ്ടല്ലോ കുമ്പസാരിക്കുക. അപ്പോൾ അവർക്കെന്തോ ഉറപ്പുള്ള പോലെയാണ് ഡിസംബർ വരെ അവർ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സ് നമ്മൾ മാറ്റണം. നമ്മൾ എപ്പോഴും കുമ്പസാരിക്കാൻ തയ്യാറായിരിക്കണം. എപ്പോഴായാലും തന്നെ നമ്മൾ പറ്റണ പോലെ എപ്പോഴും കുമ്പസാരിച്ച് നമ്മുടെ പാപങ്ങൾ അപ്പാപ്പ കഴുകി കളയാം. അപ്പോൾ വീണ്ടും അതേ പാപം ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കാണ്ടിരിക്കരുത്. അപ്പോൾ അതൊരു പിശാചിൻ്റെ ഒരു ട്രിക്കാണ്. നീ ഇങ്ങനെ പാപം ചെയ്യുന്നതല്ലേ, നീ ഇപ്പോൾ കുമ്പസാരിക്കണം. അതുപോലെ തന്നെ പിന്നീട് ഈസ്റ്ററിനും ഈ ക്രിസ്മസിനും മാത്രമായി കുമ്പസാരിക്കുന്നവർക്ക് അത്ര ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാവില്ല. കാരണം അവർ മൊത്തത്തിൽ അവരുടെ പാപം ഏറ്റു പറയണമെന്നില്ല. അതുപോലെ തന്നെ ചിലർ അവരുടെ പാപങ്ങൾ എല്ലാം പറയില്ല. അപ്പോൾ നമ്മുടെ കൂട്ടുകാരായാലും ചിലവരൊക്കെ തന്നെ പറയും, നീ എന്തിനു അതൊക്കെ പറയാൻ പോയി, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് അവർ ഒരു കാർമ്മികൻ്റെ അടുത്ത് കുമ്പസാരിക്കണ പോലെ കാണുമ്പോഴാണ് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ തോന്നുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയാവരുത്. നമ്മൾ പോയി കുമ്പസാരിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ അടുത്താണ്. നമ്മുടെ ദൈവത്തിൻ്റെ അടുത്താണ് നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറയുന്നത്. അപ്പോൾ നമ്മൾ അതിലൊരു നാണക്കേട് ഒന്നും തോന്നരുത്. പാപം ചെയ്യണം നേരത്തുള്ള നാണക്കേട് നമ്മൾ ഏറ്റു പറയുമ്പോൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് നമ്മളെ പാപങ്ങൾ മനസ്തപിച്ച് ഏറ്റു പറയാം. അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് സൗഖ്യം ലഭിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ദൈവത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നിരന്തരമായി കുമ്പസാരിക്കാൻ ശ്രമിക്കുക. പാപം ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കാതിരിക്കരുത്. വീണ്ടും വീണ്ടും ചെയ്താലും വീണ്ടും നമ്മൾ ഈശോയിലോട്ട് വരാം. നമ്മൾക്ക് പാപത്തിനെ തോൽപ്പിക്കാനുള്ള കഴിവ് നമുക്കില്ല. അപ്പം ചിലവർ വിചാരിക്കും കുറച്ച് നാൾ കഴിയട്ടെ, അല്ലെങ്കിൽ ഞാൻ ഈ പാപത്തിന് ഞാൻ തോൽപ്പിക്കട്ടെ, എന്നിട്ട് ഞാൻ പോയി കുമ്പസാരിക്കുക, അല്ലെങ്കിൽ ഇനി ഞാൻ അത് ചെയ്യില്ല എന്ന് ഉറപ്പ് എനിക്ക് വരുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. അങ്ങനെ നമ്മൾ ആരും വിചാരിക്കരുത്. അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പാപത്തിനെ തോൽപ്പിക്കാനുള്ള ശക്തി നമ്മൾക്കില്ല. നമ്മൾ പകരം ദൈവത്തോടായിട്ട് കൂടുതൽ അടുക്കണം. ദൈവത്തോട് കൂടുതൽ നമ്മുടെ കണക്ഷൻ ഉണ്ടാക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പാപത്തിൽ നിന്ന് ഓടാൻ പറ്റുള്ളൂ. ദൈവത്തിന് മാത്രമാണ് അത്ര പരിശുദ്ധമായൊരു മനസ്സ് കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതുപോലെ തന്നെ പാപത്തെ തോൽപ്പിക്കാനുള്ള ശക്തി നിങ്ങൾക്കില്ല, ഒരാൾക്കും ഇല്ല. ദൈവത്തിലൂടെ മാത്രം നമുക്ക് പാപത്തെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള നാളുകളെങ്കിലും നമുക്ക് കുമ്പസാരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് കുമ്പസാരിക്കുക. അതുപോലെ തന്നെ എല്ലാ പാപങ്ങളും ഏറ്റു പറയാം. അപ്പോൾ ഈ കൗൺസിലിങ് കാര്യങ്ങളിലൊക്കെ മനുഷ്യർ അവരുടെ വിഷമങ്ങൾ കാര്യങ്ങൾ ഒരാളുടെ അടുത്ത് ഏറ്റു പറയുമ്പോൾ അതൊരു കുറച്ച് സമയത്തേക്ക് മാത്രം അവർക്കൊരു ആശ്വാസം ഉണ്ടെങ്കിൽ
പിന്നീട് അതേ പാപങ്ങൾ ഇതുകൾ അവരെ അലട്ടും. പക്ഷെ ദൈവത്തോട് കുമ്പസാരിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നിന്ന് ആ പാപം എന്നേക്കുമായി തുടച്ചു നിൽക്കും. അപ്പോൾ അതുപോലെ ഒരു കഴുകി വിശദീകരിച്ച ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതുപോലെ ഓരോന്ന് ലഭിച്ചിട്ടാണ് ഞാനും ഇങ്ങനെ ഓരോ വീഡിയോകൾ കാര്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു, അതുപോലെ മനസ്തപിച്ചു. ഇനി അത് ചെയ്യില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റില്ല. എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ പാപങ്ങളും ചെയ്യാണ്ടിരിക്കണമെന്നല്ല. ഇപ്പോഴായാലും തന്നെ ഞാൻ കുറേ പാപങ്ങളിൽ അറിയാണ്ടൊക്കെ ചെയ്തു പോകുന്നുണ്ട്. എന്നാലും പക്ഷെ ഞാൻ ദൈവത്തെ വിട്ട് കളയുന്നില്ല. ഞാൻ ആളെ കൂട്ടുപിടിച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ആളുടെ അടുത്ത്. എനിക്ക് ഇനിയും ഈ പാപത്തെ തോൽപ്പിക്കുക എന്നുള്ള ശക്തി നൽകാനും അതുപോലെ തന്നെ എന്നെ നേർവഴിക്ക് നയിക്കാനായി ഞാൻ ഇന്നും പ്രാർത്ഥിക്കും. അപ്പോൾ അതുപോലെ പ്രാർത്ഥിച്ച് നമ്മൾ ഒരു കണക്ഷൻ ദൈവത്തോട് ഉണ്ടാക്കണം. അതുപോലെ തന്നെ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോഴായാലും അതൊരു വെറുതെ പോയി 2 മണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോരാ, അങ്ങനെയല്ല. അത് നമ്മൾ ദൈവത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാം അതിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ആ ഒരു ഭക്തിയിൽ നിന്ന് പങ്കുകൊള്ളണം. അതുപോലെ തന്നെ ഈ കുർബാന സ്വീകരിക്കുമ്പോൾ യേശു എന്നുള്ളിൽ വന്ന് വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളെല്ലാം അതോടെ തുടച്ചു നീക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോഴാണ് നമുക്ക് പാപത്തിൽ നിന്നുള്ളൊരു സൗഖ്യം നമുക്കുണ്ടാവുക. അപ്പോൾ ഇന്ന പാപങ്ങൾ ഞാൻ വീണ്ടും ചെയ്യും, അതുകൊണ്ട് നന്നായിട്ട് വന്ന് കുമ്പസാരിക്കാം, അങ്ങനെയുള്ള മനസ്കത എല്ലാവരും മാറ്റിയിട്ട് മുന്നോട്ടുള്ള ജീവിതം പറ്റുന്ന പോലെ എപ്പോഴൊക്കെ കുമ്പസാരിക്കാൻ അവസരം കിട്ടും അപ്പോഴൊക്കെ കുമ്പസാരിക്കുക. മനുഷ്യനായതുകൊണ്ട് ശരീരം അത്ര പവർഫുള്ളല്ല, ആത്മാവിൻ്റെ അത്ര ശക്തി ശരീരത്തിനില്ല. ശരീരം വീണ്ടും വീണ്ടും തോൽക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ലോകത്തുള്ള ഓരോ സുഖങ്ങളിലൊക്കെ പെട്ട് നമ്മൾ കുറേ പാപങ്ങളിൽ വീണ് പോയേക്കാം. പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സ് ദൈവത്തോട് കൂടി ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നാശത്തിലോട്ട് പോകും. അപ്പോൾ കുഞ്ഞു പാപങ്ങൾ നിസ്സാരമായി കാണാതെ അപ്പോൾ കുമ്പസാരിച്ച് കഴുകി വിശുദ്ധീകരിക്കുക സ്വയം. അപ്പോൾ നമ്മൾ വലിയ പാപത്തിലോട്ട് പോകാണ്ടിരിക്കും. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് നല്ല കുട്ടികളാവാൻ, അതുപോലെ തന്നെ പാപത്തിലോട്ട് പോവാണ്ട് ദൈവത്തിലോട്ട് അടുക്കുക. പാപത്തെ നമ്മൾക്കായിട്ട് ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തോടൊപ്പം പാപത്തെ തോൽപ്പിക്കുക. അങ്ങനെ നമുക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ.